നമസ്കാരം. ഇത് രാജീവാണ്, അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന്. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. കമ്പനി സെക്രട്ടറി ഗുരുകുലമാണ്. ഇവിടെ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും CS എക്സിക്യൂട്ടീവിനും CS പ്രൊഫഷണലും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. CS എക്സിക്യൂട്ടീവിന് ഇവിടെ ഗുരുകുലം ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും CS എക്സിക്യൂട്ടീവിനും CS പ്രൊഫഷണലിനും ഓൺലൈൻ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ 25 പേരാണ്, മാക്സിമം 30 ആണ് നമ്മുടെ കപ്പാസിറ്റി. അതിൽ കൂടുതൽ നമുക്ക് ആൾക്കാരെടുക്കാൻ സാധിക്കില്ല. പുറത്തുനിന്ന് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു കൂടെ താമസിക്കാൻ സൗകര്യമുണ്ട്. ഈ ജനുവരിയിൽ തുടങ്ങുന്ന ബാച്ചിന് അഡ്മിഷൻ കംപ്ലീറ്റ് ആയി, ഫുള്ളാണ്, സീറ്റുകൾ അവൈലബിൾ അല്ല. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറയാൻ കാരണം നമ്മുടെ CS എക്സിക്യൂട്ടീവിൻ്റെ ഡിസംബർ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 21-ാം തീയതിയാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. CS എക്സിക്യൂട്ടീവിൻ്റെ മോഡ്യൂൾ 1 ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. എനിക്ക് ധാരാളം പേര് എന്നെ വിളിക്കുന്നു, അവർ സംശയം ചോദിക്കുന്നു. അതായത് ഈ ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023, ഭാരതീയ ശിക്ഷാ അഭിന്യാൻ 2023, CPC, CRPC, IPCയുടെ അമെൻമെൻറ്റുകൾ, ഭാരതീയ ന്യായ സംഹിത നമുക്ക് അപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഭാരതീയ ന്യായ സംഹിത അവർക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. പലരും അതിൻ്റെ നോട്ട്സ് കണ്ടെത്താനും അതിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടും അതിൻ്റെ ഡൗട്ട്സ് ചോദിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അല്ലെങ്കിൽ ഭാരതീയ ശിക്ഷാ അഭിന്യാൻ, ഇത് ഇന്ത്യൻ പ്രസിഡന്റ് അംഗീകരിച്ചത് 25 ഡിസംബർ 2023 എന്നാൽ ഇത് ഇൻഫോഴ്സ് വന്നത്, അതായത് നിലവിൽ വന്നത് 1 ജൂലൈ 2024 1 ജൂലൈ 2024 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം 31 മെയ് വരെയുള്ള, അതായത് ആ വർഷത്തെ 31 മെയ് വരെയുള്ള എല്ലാ അമെൻമെൻറ്റുകളും നമുക്ക് ബാധകമാണ്. പക്ഷേ 2024 നമുക്കിത് വന്നത് 1 ജൂലൈ മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. 31 മെയ് വരെ ഉള്ളത് മാത്രമേ നമുക്ക് പ്രാബല്യത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഡൗട്ടും വേണ്ട, ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അല്ലെങ്കിൽ ഭാരതീയ ശിക്ഷാ അഭിന്യാൻ 2023 നമ്മൾക്ക് CS എക്സിക്യൂട്ടീവിൻ്റെ 2024 ഡിസംബർ എക്സാമിനേഷന് അപ്ലിക്കബിൾ അല്ല. ഇതിൻ്റെ ഫസ്റ്റ് അപ്ലിക്കബിലിറ്റി വരുന്നത് 2025 ജൂൺ മുതലാണ്. അതായത് അടുത്ത പരീക്ഷയ്ക്ക് മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ. ഈ പരീക്ഷയ്ക്ക് ഭാരതീയ ന്യായ സംഹിത അപ്ലിക്കബിൾ അല്ല. സോ ഐ മേഡ് മൈ പോയിന്റ് വെരി ക്ലിയർ ടു യു. ഒരു സംശയവും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. ഇത് ധാരാളം ഡൗട്ട്സ് എനിക്ക് നേരിട്ട് വരുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ധാരാളം ഡൗട്ട്സ് വന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാരിഫിക്കേഷൻ തന്നതുകൊണ്ടുമാണ് ഞാൻ പറയുന്നത്. സോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാരിഫിക്കേഷൻ പ്രകാരം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ ക്ലാരിഫിക്കേഷൻ പ്രകാരം ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അല്ലെങ്കിൽ ഭാരതീയ ശിക്ഷാ അഭിന്യാൻ 2023 അത് പ്രാബല്യത്തിൽ വന്നത് 1 ജൂലൈ 2024 ആയതുകൊണ്ടും 31 മെയ് 2024 വരെയുള്ള അമെൻമെൻറ്റുകൾ മാത്രമേ നമുക്ക് ഈ ഡിസംബർ എക്സാമിന് അപ്ലിക്കബിൾ ആകുള്ളൂ എന്നതുകൊണ്ടും ഇത് നമുക്ക് ഈ എക്സാമിന് അപ്ലിക്കബിൾ അല്ല. ഒരു ടെൻഷനും വിചാരിക്കേണ്ട. നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന CPC, CRPC, IPC പഠിക്കുക. ഇനി ആരെങ്കിലും ഓവർ കോൺഫിഡൻസ് കൊണ്ട് അതുകൊണ്ട് മാറിയതല്ലേ, ഇത് അവസാനത്തെ പരീക്ഷയല്ലേ, ഇതൊന്നും ചോദിക്കില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അത് തെറ്റായ ഒരു ധാരണയാണ്. ആ നിയമം മുഴുവനുമായിട്ട് മാറുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ അത് ഇല്ലാതാവുകയല്ല ചെയ്തത്. ഇതിനെ വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CRPC, CPC, IPCയുടെ ഒക്കെ എല്ലാ പ്രൊവിഷൻസും ഡെഫിനറ്റായിട്ടും ഇതിൽ അപ്ലിക്കബിൾ ആണ്. അതിന് ഡെഫിനറ്റായിട്ടും അതിന് ക്വസ്റ്റ്യൻസ് വരും. ആ ചാപ്റ്റർ വിട്ട് പഠിക്കാമെന്ന് ഏതെങ്കിലും അമിത വിശ്വാസമുള്ള സ്റ്റുഡൻറ്റ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ചെയ്യരുത്. അതിൽ നിന്ന് ഡെഫിനറ്റായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡോണ്ട് ഫീൽ ദാറ്റ് ഈ ആക്ട് ഇല്ലാതാവുകയല്ല ചെയ്തത്. ഇതിനെ അമെൻഡ് ചെയ്ത് പുതിയൊരു ആക്റ്റാക്കി മാറ്റുമ്പോൾ CPCയിലെയും CRPCയിലെയും IPCയിലെയും പ്രൊവിഷൻ ഇല്ലാതാകുന്നില്ല, ആ പ്രൊവിഷൻസ് ഉണ്ട്. സോ JIGL അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്, ഉണ്ടാകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അത് ഓടിച്ച് CRPCയിലും CPC, IPCയിലും പ്രൊവിഷൻസ് നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത എക്സാമിനേഷൻ എഴുതാം. നിങ്ങൾക്കിപ്പോൾ ഒരു സംശയവും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ച് ഒരു സംശയവും നിങ്ങൾക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ വിഷ് യു ആൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഐ എം ഡെഫിനറ്റ്ലി റെഡി ടു എക്സ്പ്ലെയിൻ. താങ്ക് യു വെരി മച്ച്.